ശരി, ഓക്കെ ഏതായാലും ഓക്കെ ഒരു ക്ലിയർ. ഞാൻ പകരം മടങ്ങി ഒരു വരാം. ശ്രീ പി കെ സംവിധാനം വരും. ഗോപൻ, നിങ്ങൾക്ക് ടി ടി നമ്മുടെ ഇസ്മായിൽ ഇന്ന് നോക്കൂ, ഇപ്പോഴും ആ പ്രതിഷേധങ്ങളിൽ പലതും രാഷ്ട്രീയമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അന്ന് പ്രതിഷേധത്തിന് എതിർവശത്ത് നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ CPIM LDF ഇപ്പോഴും കാണുന്നത്. കേന്ദ്രത്തിന്റെ അംഗീകാരം കിട്ടാത്തത് കൊണ്ട് തന്നെ ആ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കേസുകൾ പലയിടങ്ങളിലും ഇപ്പോഴും ഉണ്ടായിരുന്ന മഞ്ഞക്കുറ്റി, ഇന്ന് റിജിൽ മാക്കുറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ പലയിടത്തു നിന്നും ആ മഞ്ഞക്കുറ്റി പിഴുതെറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മഞ്ഞക്കുറ്റികളടക്കം വലിയ ആശങ്കയായി നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്, പ്രഖ്യാപനം വരുന്നത്. ഒരുപാട് കേട്ടു കാണുമല്ലോ രാഷ്ട്രീയ പ്രതിഷേധമായിരുന്നു എന്നും. അപ്പോൾ അതിനുകൂടി ഒരു മറുപടിയാണ് ഈ സർക്കാരിന്റെ തീരുമാനം എന്നതാണോ കാണുന്നത്? തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ് കേരളത്തിലെ കേരയിൽ വിരുദ്ധ സമര പ്രവർത്തകന്മാർ. അത് ഇന്ന് തന്നെ വിഷ്വലൈസ് ചെയ്ത് നിങ്ങളിത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഈ സമരത്തിലെ പ്രതിബന്ധങ്ങൾ. ഞങ്ങൾക്ക് വ്യക്തിപരമായും സമരപ്രവർത്തകർക്ക് ഏറെ കൃത്യമായിട്ടുള്ള വിവേചനങ്ങളും അപവാദങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഈ സമരത്തിൽ. എൻ്റെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിലെ കാട്ടിലപ്പീടികയിലാണ് 2020 ഒക്ടോബർ 2 ബഹുമാനപ്പെട്ട കൽപ്പറ്റ നാരായൺ സാറ് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. ഇന്നും ആ സമരം അവിടെ നടക്കുകയാണ്. ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ മാടപ്പള്ളിയിൽ 2022 മാർച്ച് മാസം 17 സമരം ആരംഭിക്കുകയുണ്ടായി. അതിപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമരത്തിൽ ഞങ്ങൾ കേട്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ 2020 ഡിസംബറിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അതുകൊണ്ടാണ് ഇവരിങ്ങനെ പന്തൽ കെട്ടി സമരം നടത്തുന്നത് എന്നാണ് ആദ്യം കേട്ട അപവാദം. 2020 ഡിസംബറിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പം ഞാൻ കേട്ട അപവാദം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് MLA സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മാത്രമല്ല സമരപ്രവർത്തകന്മാർ അങ്ങനെ ചെയ്തു. ഞങ്ങൾ ഈ സമരത്തിലേക്ക് വരുന്നത് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ നാട്ടുകാർ, ഇതിൻ്റെ ഈ സിൽവർ ലൈൻ അലൈൻമെന്റിലുള്ള വീട്ടുകാരുടെ കൃത്യമായ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഈ വിഷയത്തിൽ ആദ്യം സമരം തുടങ്ങുന്നത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഈ സമരത്തിന് ഒരു നായകരല്ല, പല നായകന്മാരല്ല. ഈ സമരത്തിന്റെ നായകന്മാർ ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരക്കാരും മുഴുവൻ ജനങ്ങളുമാണ്. കേരളം ഈ സമരത്തെ മാറോട് ചേർത്ത് പിടിച്ചാണ്. ഞങ്ങൾ തന്നെ പറഞ്ഞത് സമരങ്ങളുടെ മാതാവാണ് കേരയിൽ വിരുദ്ധ സമരം എന്നാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളുടെ വാക്കുകൾ കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് കൃത്യമായി UDF ഇതിനെ ഒരു സമിതി വെച്ച് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഈ സമരത്തിലേക്ക് വന്നതും ഈ വിഷയത്തെ ഏറ്റെടുത്തതും. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഞങ്ങളോട് വാക്ക് പാലിച്ചു. അദ്ദേഹം 1000ാമത്തെ ദിവസം ഞങ്ങളുടെ സമര പന്തലിൽ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഇടപെട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ PK ഗോപൻ ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ചത് ഈ കഴിഞ്ഞ 10 വർഷത്തിൽ പ്രത്യേകിച്ചും എന്ന് വേണമെങ്കിൽ പറയാം, കേരളത്തിൽ തുടങ്ങി വെച്ചതോ അല്ലെങ്കിൽ പൂർത്തീകരിച്ചതോ ആയ ഒരുപാട് വികസന പദ്ധതികൾ, അതിൽ ഭൂരിഭാഗവും ഭൂമി ഏറ്റെടുത്തുകൊണ്ട് തന്നെയുള്ളതായിരുന്നു. അവിടെ വീടൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷെ അവരെയൊക്കെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങളോടും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ ഉറപ്പിനെ അതിനെ വിശ്വാസത്തിലെടുക്കാതെ പോയത്? ശ്രീ ഗോപൻ നടത്തിയിട്ടുള്ള പ്രസ്താവന തന്നെ സത്യവിരുദ്ധമാണ്. ഇവിടെ നടന്ന ഇത്തരത്തിലുള്ള ഓരോ വികസന പദ്ധതികളിലും യഥാർത്ഥത്തിൽ ഒരു പുഴുക്കളെ പോലെയാണ് ഈ ഗവൺമെന്റ് മനുഷ്യന്മാരെ കണ്ടിരുന്നത്. അവരുടെ ഇവാക്യുവേഷൻ നടന്ന് റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഏറ്റവും ബഹുമാനത്തോടു കൂടി കാണേണ്ട, അതായത് നാട്ടിന്റെ വികസന രംഗത്ത് അവരുടെ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാകുന്ന ഒരു ജനതയോട് ഒരു സർക്കാർ കാണിക്കേണ്ടത് ബഹുമാനവും ആദരവാണ്. അത് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, മൂലമ്പള്ളി സമരം നിങ്ങൾ എടുത്തു നോക്കിയാൽ, വല്ലാർപാടം കണ്ടെയ്നർ സമരം ആ പ്രദേശം നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പോഴും നിങ്ങൾ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടാർപോളിന്റെ ചുവട്ടിൽ അതിജീവിക്കുന്ന കുറെ മനുഷ്യന്മാർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ മനുഷ്യന്മാർ പുഴുക്കളാണ്. ഞങ്ങൾക്ക് വികസനം മതി. യഥാർത്ഥത്തിൽ കേരയിൽ എന്ന് പറയുന്നത് തികഞ്ഞ കോർപ്പറേറ്റ് ദുരന്ത വികസനമായിരുന്നു എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ തുടക്കക്കാർ മാത്രമായിരുന്നു. അത് ഏറ്റെടുക്കാൻ ആരെ കിട്ടുമെന്നുള്ള വല്ലാത്തൊരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കേരളത്തിലെ എല്ലാ ആക്ടിവിസ്റ്റുകളും കേരളത്തിലെ പ്രതിപക്ഷം മുഴുക്കയും ഞങ്ങളുടെ സമരപന്തൽ ഉണ്ടായിരുന്ന സ്ഥലം തോട്ടോളി എന്ന് പറയുന്ന വീട്ടുകുടുംബമാണ്. അവർ CPMന്റെ ആളുകളാണ്. അവരടക്കം ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഞങ്ങളുടെ ഈ സമരത്തോട് ചേർന്ന് നിന്നു. ആ സമരത്തെ വിജയിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും പ്രധാന പങ്കുവച്ചത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇതുമായിട്ട് നടത്തിയിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള ഒരു പഠനത്തിന്റെ റിസൾട്ട് പലരും മൂടി വെക്കാൻ ശ്രമിച്ചിട്ടും അവർ ധൈര്യസമേതമായി അവർ പുറത്തുവിട്ടു. കേരളത്തിന് പരിസ്ഥിതി ആഘാതമുണ്ടാകുമെന്നും കേരളത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ ഹൃദയതാളം ഇത് തടസ്സപ്പെടുത്തുമെന്നും
കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഓരോ ആളുകളും ഞങ്ങളുടെ സമരത്തിലേക്ക് വന്നു ചേർന്നത്. ഒരുപാട് ലോകോത്തരമായിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ കേരളത്തിലെ എല്ലാ സാമുദായിക സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മതനേതാക്കന്മാർ, സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകന്മാരൊക്കെ ആ സമരത്തോടൊപ്പം ചേർന്നത് വെറുതെ ഏതെങ്കിലും കക്ഷികൾക്കെതിരായിട്ടുള്ള സമരമായിട്ടായിരുന്നില്ല, മറിച്ച് 1 ലക്ഷത്തോളം ആളുകളെ കുടിയിറക്കണം. DPRനെ കുറിച്ച് ഇവിടെ സംസാരിച്ചല്ലോ. യഥാർത്ഥത്തിൽ ഒരു തട്ടിക്കൂട്ട് DPR ആണെന്ന് സുപ്രീം കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യം ആ DPRനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. എന്നാൽ ഞങ്ങൾ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ ഒരു ജനപക്ഷ ഗവൺമെന്റ് വന്നാൽ ഇതൊക്കെ എന്തായാലും അസ്തമിക്കുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. ആ ഗവൺമെന്റ് ഈ ആദ്യം തന്നെ ഈ അവസ്ഥാവിശേഷത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അവർ ഞങ്ങളുടെ സമരത്തിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കേരളത്തിന് വികസനം വേണം, കേരളത്തിന് വേഗറയിൽ വേണം എന്നുള്ള ഒരവസ്ഥയിൽ പക്ഷാന്തരമില്ല. പക്ഷേ ഈ കോർപ്പറേറ്റുകൾക്ക് വളരാനുള്ള ഏറ്റവും നല്ല മണ്ണൊരുക്കി കൊടുക്കുന്ന ദുരന്ത വികസന പദ്ധതികൾക്കെതിരെയാണ് കാട്ടിലപ്പീടികയിലും മാടപ്പള്ളിയിലും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നടന്ന ഞങ്ങൾ സമരങ്ങളുടെ മാതാവ് എന്ന് വിളിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ സമരം. ആ സമരം കേരളത്തിലെ ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റ് ആദ്യത്തെ സമ്പൂർണമായ ഒരു ഫുൾ സ്വിംഗിൽ നടന്ന ഇന്നത്തെ ക്യാബിനറ്റിൽ അത് പിൻവലിച്ചു എന്നുള്ളതും സമര സഖാക്കൾക്കെതിരെ നടന്ന കേസുകൾ പിൻവലിക്കുമെന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ഈ അലൈൻമെന്റ് നോട്ടിഫിക്കേഷൻ, ഭൂമി അക്വയർ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ പിൻവലിക്കുന്നു എന്ന് പറയുന്നതും ഏറെ ആഹ്ലാദകരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.